സുധാകരൻ എന്ന ചുമതല ഏൽക്കുകയാണ്. അവിടെ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിനകത്തൊരു നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ മാധ്യമങ്ങൾ നിങ്ങൾ പറഞ്ഞ ഡൽഹി മാധ്യമങ്ങളല്ല, ഇത്ര ഒരു വാർത്താ പാർട്ടിക്ക് നൽകുന്ന ഒരു പ്രാധാന്യം നൽകുന്നതിന് വളരെ സന്തോഷമുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ഇതിനു മുൻപും രമേശ് ചെന്നിത്തല പ്രസിഡന്റായിരുന്നു, സുധാകരൻ പ്രസിഡന്റായിരുന്നു. സുധാകരൻ അടക്കമുള്ള ഞങ്ങൾ സുധാകരൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് സുധാകരൻ, സതീശൻ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രമേശ്, ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ടാണ് കണ്ണൂർ പോലുള്ള സീറ്റിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ പൂർണ്ണമായും സമയം ചെലവഴിക്കേണ്ടി വരും എന്ന അടിസ്ഥാനത്തിൽ KPC പ്രസിഡന്റ് ചുമതല തൽക്കാലത്തേക്ക് ഒരാളെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും കൂടെ കൂട്ടായിരുന്നു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹസനെ ചുമതല ഏൽപ്പിച്ചത്. ആ ചുമതലയുള്ള ഓർഡർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇലക്ഷന് വേണ്ടി മാത്രമാണ് ആ ഓർഡർ. ഇപ്പൊ എന്തൊക്കെയാണ് പുകില്, സുധാകരനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇത് KPCC ഓഫീസിൽ ഞങ്ങൾ 4-ാം തീയതി ഇരിക്കുമ്പോൾ 4-ാം തീയതി ഹസനാണ് ഇലക്ഷൻ നടത്തിയത്. ആള് നല്ല രീതിയിൽ ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷൻ നടത്തിയിട്ട് അത് കഴിഞ്ഞ് ഇലക്ഷനെ കുറിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് റിവ്യൂ നടത്തണം എന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചത്. കാരണം ഇത്ര പോളിംഗ് ശതമാനം ഇത്ര കുറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്, ആരുടെയൊക്കെയാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത്, ആരാണ് വോട്ട് ചെയ്യാൻ പോവാത്തത്, ഇതൊരു കണക്കെടുപ്പ് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ വേണം. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ചൂടാറുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ ചൂടാറുന്നതിന് മുമ്പ് അത്തരമൊരു യോഗം തെരഞ്ഞെടുപ്പ് നടത്തിയ ആളെന്ന നിലയിൽ ഹസന്റെ നേതൃത്വത്തിൽ നടക്കാൻ തീരുമാനിച്ചു. നടത്തി. അന്ന് തന്നെ സുധാകരൻ സംസാരിച്ചപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചുമതല ഏറ്റെടുക്കാൻ സുധാകരനോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ സുധാകരനോട് ചോദിക്കണം. അത് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് വാർത്തയാവുന്നത്. എനിക്കറിയാം 1 മാസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു കേരളത്തിൽ, ഇനി റിസൾട്ട് വരുന്ന 4-ാം തീയതി വരെ സ്പേസ് തേക്കണമല്ലോ. ആ സ്പേസ് തേക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്തരം ഒരു നോൺ ഇഷ്യൂ വലിയ ഇഷ്യൂ ആക്കി വരും. ഏതായാലും പാർട്ടിക്ക് പബ്ലിസിറ്റി കിട്ടി, അതല്ല കാര്യം. സുധാകരൻ ഈ വിഷയത്തിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയൊന്നും തന്നെ പറഞ്ഞുവിടാൻ പറ്റുന്ന ആളല്ലാന്നാണ്. നിങ്ങൾ അങ്ങനെ ഞാൻ സുധാകരനെ ഇപ്പൊ ഞാൻ നേരിട്ട് കേട്ടതാണ്. ഒരു കേക്ക് കഴിയില്ല എന്നാണ് സുധാകരൻ എന്ന് അല്ല ഞാൻ സുധാകരൻ പറഞ്ഞ് താങ്കൾ കേട്ടിട്ടില്ല. ഇല്ല കേട്ടിട്ടില്ല. ഞാൻ അവിടെ അകത്തിരുന്ന് കേട്ടിട്ടാ വന്നത്. സുധാകരൻ ചോദിച്ചപ്പോ കൃത്യമായിട്ട് പറഞ്ഞു, ഹസൻ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ കുത്തി ചോദിച്ചു, നിങ്ങളെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടാണോ? അപ്പോഴുള്ള മറുപടിയാണ് കുത്തി ചോദിക്കാറ്. എന്തിനാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, എന്തിനാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്? അതൊന്നും ചർച്ച ചെയ്യേണ്ട ആളല്ല ഞാനിവിടെ. അതൊക്കെ അവിടെ ചർച്ച ചെയ്യും, തീരുമാനിക്കും. അത് കൊച്ചു കാര്യങ്ങളാണ്. ഇല്ല അതാ ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം, ഇത് ചുമതല ഏറ്റെടുക്കാൻ സുധാകരൻ ഓഫീസിൽ പോയി എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതല്ലാതെ സുധാകരൻ KPC പ്രസിഡന്റ് സുധാകരനെ മാറ്റി റീപ്ലേസ് ചെയ്ത് പകരം ഒരാളെ വെച്ചതല്ലല്ലോ. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിന്നു, തൽക്കാലത്തേക്ക് ചുമതല നോക്കാൻ ഹസനെ ഏൽപ്പിച്ചു. സുധാകരൻ KPC ഓഫീസിൽ വന്ന് അത് ഇന്ന് ചുമതല അതിന്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റെടുത്തു. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ഹസന്റെ വരവൊന്നും ഒരു കുഴപ്പമല്ല, കാര്യമല്ല. ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടാണ്. ഒരാൾ വിചാരിച്ചാലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. അത് CPMന്റെ ഒറ്റക്കെട്ടാകുന്ന പോലെയല്ല. അവിടെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർ കേട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതല്ല, ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അല്ല, അതൊന്നും എന്നോട് ചോദിക്കേണ്ട. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അവിടുത്തെ കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അവരിരുന്ന് പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചോളൂ. അല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് സുധാകരൻ പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സസ്പെൻഷന്റെ കാര്യം ചോദിച്ചു, ഞാൻ കേട്ടതല്ലേ. ഏതോ ഒരു സസ്പെൻഷൻ കാര്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ സുധാകരൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കട്ടെ. ആ കാര്യം ഈ കാര്യത്തിൽ കൂടുതൽ പറയാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആകെ താല്പര്യം ഇപ്പൊ ഇതിലേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഞാൻ കുറച്ച് സാമാന്യ മര്യാദ പാലിച്ചുകൊണ്ടാണ് വിദേശയാത്രയൊന്നും കാരണം ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അതിലേക്കുള്ള ശ്രദ്ധയിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം. അതിലേക്ക് അപ്പൊ ഇതിപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടിയോട് എന്തും ചെയ്യാന്നുള്ളത് നിങ്ങൾ ധരിക്കരുത്. ഞങ്ങളോട് ചോദിക്കാൻ തട്ടിക്കയറാം. ഞാൻ കടക്കുപുറത്തൊന്നും പറയില്ല, പുറത്താക്കാൻ പറയില്ല. ഏത് നിമിഷവും അവൈലബിൾ ആണ്. ഇപ്പൊ സുധാകരൻ തന്നെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, എന്തെല്ലാം ചോദ്യമാണ് ചോദിക്കുന്നത്. പാവത്താൻ ഇരുന്ന് തന്നുകൊണ്ടിരിക്കുക ചോദ്യത്തിന് ഉത്തരം പറയാനൊക്കെ. പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല, പുറത്തു പോകാൻ പറയുന്നില്ല. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു നന്മയായിട്ട് കാണണം. മനസ്സിലായില്ലേ?
ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യം ഉണ്ടാവും. അല്ലറച്ചിലറ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഇവിടെയും ഉണ്ടാവും. അതൊക്കെ സോർട്ട് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും, ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. അതനുസരിച്ച് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തൊന്നും വേവലാതിപ്പെടേണ്ട. പാർട്ടി ഒറ്റക്കെട്ടാണ്, പാർട്ടി ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഹസ്സനും സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും ഒന്നിച്ച് തന്നെ അവിടെ പോകും. അവരെല്ലാം ഒന്നിച്ച് കഠിനാധ്വാനം ചെയ്ത ഇലക്ഷനായിരുന്നു ഈ ഇലക്ഷൻ. എല്ലാവരും കൂടെ കൂട്ടായിട്ട് ഒരാൾ പോലും മാറിയേക്കാതെ എല്ലാവരും കഠിനാധ്വാനം ചെയ്ത ഇലക്ഷനാണ്. അതിന്റെ റിസൾട്ടാണ് ഉണ്ടാകുമ്പോൾ. ഓക്കെ, താങ്ക് യു.